കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു പദ്ധതി ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ദിര ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രിയദർശിനി ബസ് സർവീസ്. ആദ്യം പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായി ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരുമാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക അക്കാര്യം സന്തോഷമുണ്ട്. കാരണം KSRTC കുറിച്ച് അല്ലെങ്കിൽ യാത്രയെക്കുറിച്ച് അറിയില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ദിവസവും അത് അനുഭവിക്കുന്നവരാണ്. പണ്ട് വരെ പഠിക്കുമ്പോൾ നമ്മൾ KSRTC തന്നെയാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ നമ്മൾ KSRTC ബസ് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതെ, KSRTC ഫാനാ, ബിഗ് ഫാനാ. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ജോലിയുടെ ഭാഗമായിട്ട് 2 വീലറിലേക്കും 4 വീലറിലേക്കും ഒക്കെ മാറിയ സമയത്ത് മാത്രമാണ് ഇടക്കാലത്ത് ഒരു ഗ്യാപ്പ് വന്നത്. കുറേ വർഷങ്ങളായിട്ട് KSRTC യാത്ര വല്ലപ്പോഴും വർഷത്തിൽ 2 3 ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും KSRTC യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ വന്നപ്പോഴേ ഇത് 9 മണിക്ക് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 7:45 കിഴക്കോട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവിടെ മുഴുവൻ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഇപ്പൊ എല്ലാം സിറ്റി ഫാസ്റ്റ് ആക്കി. തിരുവനന്തപുരത്ത് സിറ്റി ഫാസ്റ്റ് ആക്കി. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പുറകെ അറിയാം. കാരണം ഈ സിറ്റി ഫാസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വാർത്ത കൊടുത്തിരുന്നു. ഈ എല്ലാ ബസ്സിലും ഓടിച്ചിട്ട് ഇവർ സിറ്റി ഫാസ്റ്റ് ഒട്ടിക്കുന്നുണ്ട്. അതൊരു ശരിയായ നടപടി അല്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഈ വേണാട് ബസ് ഉണ്ടല്ലോ, ഓർഡിനറി ബസ്, ഞാൻ വരുമ്പോൾ ഒരെണ്ണം പോയത് കുത്തി നിറച്ചു പോവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ലേഡീസ് ആയി മൊത്തം, അതിനകത്ത് 1 2 പുരുഷന്മാർ മാത്രമേ തല കാണുന്നുള്ളൂ. അതിനുശേഷം സിറ്റി ഫാസ്റ്റ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിൽ ഇടിച്ച് കയറി കഴിഞ്ഞപ്പോൾ നിറയെ ലേഡീസാണ്. പക്ഷേ ഇത് ഫ്രീ അല്ലല്ലോ, സിറ്റി ഫാസ്റ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് തീർത്തും സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന, നിത്യച്ചെലവിന് ബുദ്ധിമുട്ടുന്ന, തുച്ഛമായ ശമ്പളമുള്ള സ്ത്രീകൾക്കാണ് ഇതൊരു അനുഗ്രഹമായിട്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നെടുമങ്ങാട്ടിൽ നിന്നൊക്കെയാണ് ഒരുപക്ഷെ അത്തരം നാട്ടിൻപുറങ്ങളിൽ നിന്ന് കാട്ടാക്കട നേരകര എന്നൊക്കെയാണ് വീട്ടു ജോലിക്കായിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നത്. ഇവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇപ്പോൾ എൻ്റെ വീടിൽ നിന്ന് നെടുമങ്ങാട് പോകാൻ 15 രൂപയാണ്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓർഡിനറി ബസ് 28 രൂപയാണ്. ചിലപ്പോൾ അതിൻ്റെ വീടിൻ്റെ 2-3 ജംഗ്ഷൻ അപ്പുറത്താകുമ്പോൾ 15 20 ആവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു തുക ഇവർക്ക് വലിയ തോതിൽ ലാഭിക്കാൻ കഴിയും സ്ത്രീകൾ. 1 2 ഈ പച്ചക്കറി കച്ചവടം നടത്തുന്ന പ്രായമായ സ്ത്രീകളൊക്കെ മീൻ കച്ചവടം നടത്തുന്നത് ഇവർ ഈ ബസ്സിൽ വന്നിട്ടാണ് ഇവിടെ തിരുവനന്തപുരത്തും ചാലയിലും വാങ്ങിക്കൊണ്ട് പോകുന്നത്. അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. നമ്മുടെ സത്യത്തിൽ ഇവിടെ പലരും 2 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന ആൾ ഇതിൽ കയറുന്ന പറഞ്ഞ ബഹളം അവരിതിൽ കയറില്ലായിരിക്കാം. അത് അവിടെ നിൽക്കില്ല. ഈ സ്ത്രീകൾക്ക് ഇത് ഭയങ്കര ഗുണം ചെയ്യും. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറയാം, വിദ്യാർത്ഥികളുടെ അടക്കം ട്രാവൽ കാർഡുണ്ട്, KSRTC ട്രാവൽ കാർഡ്. അതായത് ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നി ട്രാവൽ കാർഡ്. അതേ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മോഡേണൈസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സിമ്പിൾ പരിപാടിയാണ് ഈ ട്രാവൽ കാർഡ് വെക്കുന്നു, അപ്പോഴേ ടിക്കറ്റ് എടുക്കുന്നു. അപ്പം നമ്മൾ 1000 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 1040 രൂപ 1030 രൂപ കിട്ടുമ്പോൾ 30 രൂപ നമുക്ക് അഡീഷണൽ ആയിട്ട് അതെ ഗൂഗിൾ പേ. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഗൂഗിൾ പേയേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഭീം UPIയുടെ ആപ്പാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടും. 3 രൂപ കിട്ടും ഒരു ദിവസം. ഇതിൽ ഒറ്റ യാത്രയ്ക്ക് എത്ര രൂപയുടെ ടിക്കറ്റ് ആണെങ്കിലും 3 രൂപ അതിൽ കുറച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് വെച്ച് നോക്കുമ്പോൾ ട്രാവൽ കാർഡ് എടുക്കാത്ത നമുക്ക് നല്ലത്. കാരണം 3 രൂപ വെച്ച് നോക്കുമ്പോൾ നമുക്ക്, അല്ലാതെ നമ്മൾ ട്രാവൽ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് 30 രൂപ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ 25 ദിവസം നമ്മൾ യാത്ര ചെയ്താൽ പോലും നമുക്ക് 75 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് ഇരട്ടി തുക കിട്ടും. എന്താണെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇത് കിട്ടുന്നത് എന്ന് വിചാരിക്കുക, ഈ ആനുകൂല്യം കിട്ടുന്നതെന്ന് കരുതുന്നത്. എങ്കിൽ പോലും അതൊരു ചരിത്ര സംഭവമാണ് കേരളത്തിൽ. അതാണ് 10 പേർക്കെങ്കിൽ 10 പേർക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിപ്പോയല്ലേ നമ്മളതിന് ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നമ്മൾ രാവിലെ ചാനലുകൾ കാണും. ഞാൻ ഇപ്പോൾ കിഴക്കോട്ട ബസ് സ്റ്റാൻഡിലൊക്കെ തന്നെ കണ്ട കാഴ്ച, സ്ത്രീകൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവരെല്ലാവരും വളരെ ആഹ്ലാദത്തോടെ അവരുടെ ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ എന്തോ കുറച്ചിലാന്ന് തോന്നുന്ന ആൾക്കാരും കാണും ഇക്കൂട്ടത്തിൽ. അങ്ങനെയുള്ളവർ അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ മതി, അത് നമുക്ക് അത് വിഷയമില്ല. പക്ഷേ ഇത് ശരിക്കും അർഹരായിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പം, ഇപ്പോൾ ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിജോകാപ്പൻ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനിലെ ജെയിംസ് വടക്കൻ്റെ ഒരു പഠന റിപ്പോർട്ട്. എന്താണ് ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ എത്ര സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടും എന്നുള്ളതാണ്. അതായത് ഇതിൽ 30% സ്ത്രീ യാത്രക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം വരുന്നുള്ളൂ. എല്ലാ സ്ത്രീ യാത്രക്കാർക്കും ഇതിന് വരില്ല എന്നുള്ളതാണ്. സൗജന്യ ബസ് യാത്ര 26% മാത്രം കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ മുന്നോട്ട് വച്ചിരിക്കുന്ന കണക്ക് തെറ്റാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തീർച്ചയായും ആധികാരികമായിരിക്കും. അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ പഠനം നടത്തി
റിപ്പോർട്ട് പുറത്തുകൊണ്ട് വരുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് ഞാനൊന്ന് വായിക്കാം. നിലവിൽ KSRTCക്ക് 4609 ബസ്സുകളാണുള്ളത്. നമ്മുടെ മന്ത്രിമാരൊക്കെ കഴിഞ്ഞ ദിവസം ഈ അക്കം പറയുമ്പോൾ തെറ്റിപ്പോകും, നമുക്കും ഇടയ്ക്കൊക്കെ തെറ്റാറുണ്ട്. അപ്പോൾ 4609 ബസ്സുകൾ KSRTCക്കുണ്ട്. ഇതിനകത്ത് 4400 എണ്ണം മാത്രമേ ഓടുന്നുള്ളൂ. 4400 എണ്ണം മാത്രമേ ഓടുന്നുള്ളൂ. അതിൽ തന്നെ 209 ബസ്സുകൾ കട്ടപ്പുറത്താണ്. അപ്പോൾ പ്രതിദിനം 21 ലക്ഷം യാത്രക്കാരാണ് ഉള്ളത്. കേരളത്തിൽ 11,936 സ്വകാര്യ ഓർഡിനറി ബസ്സുകൾ ഉണ്ട്. അപ്പോൾ സ്വകാര്യ ബസ്സുകളിലെ പ്രതിദിന യാത്രക്കാർ 57 ലക്ഷം. കാരണം KSRTCയുടെ ഇരട്ടി ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുണ്ട്. അപ്പോൾ അതിലാണ് യാത്രക്കാർ കൂടുതൽ. അവർക്ക് 57 ലക്ഷമുണ്ട്, ഇവർക്ക് 21 ലക്ഷമുണ്ട്. അങ്ങനെ 78 ലക്ഷം പ്രതിദിന യാത്രക്കാരാണ് കേരളത്തിൽ ഈ സ്വകാര്യ ബസ്സിലും KSRTCയിലുമായിട്ടുള്ളത്. KSRTCയിൽ 21 ലക്ഷം പേരുള്ളതിൽ 10 ലക്ഷം വനിതകളാണ്. അങ്ങനെയാണെങ്കിൽ 78 ലക്ഷം യാത്രക്കാരിൽ 39 ലക്ഷം യാത്രക്കാർ വനിതകളാണ്. അതായത് നേർപകുതി 50% വനിതകളാണ്. അതിൽ KSRTCയിലെ 10 ലക്ഷത്തിന് സൗജന്യം, ബാക്കി 29 ലക്ഷം സ്ത്രീ യാത്രക്കാർ പുറത്ത്. അപ്പോൾ എന്താണ്, KSRTC യാത്ര ചെയ്യുന്നവർക്ക് മാത്രം സൗജന്യം കൊടുക്കുമ്പോൾ 29 ലക്ഷം പേര് പുറത്ത്, 10 ലക്ഷത്തിന് ഇതിൻ്റെ പ്രയോജനം കിട്ടും. കൃത്യമായി പറഞ്ഞാൽ സൗജന്യ യാത്ര സ്ത്രീ യാത്രക്കാരിലെ 26% മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനി പദ്ധതി ജനകീയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കണക്കുകളൊക്കെ കറക്റ്റ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ സ്വകാര്യ ബസ്സിലൂടെ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ പറഞ്ഞതുപോലെ 26% ആയിക്കോട്ടെ, ആർക്കെങ്കിലും പ്രയോജനം കിട്ടി. അതെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ. അത് മാത്രമല്ല, ഇതിന് സർക്കാരാണ് ഈ പണം കൊടുക്കുന്നത്. സർക്കാർ പണം കൊടുത്തിട്ടാണ്. അപ്പം എന്താണെങ്കിലും ശരി, ഈ യാത്ര ഇന്ന് രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു. CP ജോണും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഓർഡിനറി ബസ്സുകൾ ഉള്ള ജില്ലകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കലയും ആറ്റിങ്ങലും ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ മാത്രമേ KSRTC ബസ് ഓർഡിനറി ബസ്സുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി ഈ 2 ആറ്റിങ്ങലും KSRTC സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ താരതമ്യേന കുറവാണ്. കൂടുതലും ഉൾപ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ്സാണ് ആറ്റിങ്ങലും വർക്കലയൊക്കെ ഉള്ളത്, ചിറയൻകീഴ് ഭാഗത്തൊക്കെ ഉള്ളത്. പക്ഷേ തിരുവനന്തപുരത്തിന് നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ആ ഏരിയയിലൊന്നും തന്നെ സ്വകാര്യ ബസ്സില്ല. തിരുവനന്തപുരം സിറ്റിക്കകത്ത് കുറച്ച് ബസ്സാണ് മാത്രമാണുള്ളത്. അത് പിന്നെ സിറ്റി ബസ് KSRTC താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. എന്തായാലും ഇത് നമ്മൾ നേരത്തെ ഈ ഒരു ആശയം നേരത്തെ പങ്കുവെച്ചതാണ്. ഇപ്പോൾ ഈ ജെയിംസ് വടക്കൻ്റെ ഇത് കണ്ടപ്പോൾ അത് നമുക്ക് ഓർമ്മ വന്നു. നേരത്തെ നമ്മൾ ലൂസ് സ്റ്റോക്കിലാണെന്ന് തോന്നുന്നു ഇതേ ആവശ്യം പറഞ്ഞിരുന്നതാണ്. അതായത് സ്വകാര്യ ബസ്സുകളിലും ഇത് കൊണ്ടുവരണം. അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾക്കുള്ള ഒന്നുകിൽ ഇതിനുള്ള ടാക്സ് കുറച്ച് കൊടുക്കും, അവർക്ക് സ്ത്രീ യാത്രക്കാർക്ക് ഉള്ള ടിക്കറ്റിൻ്റെ ചിലവ് വഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ സർക്കാർ തന്നെ അവർക്ക്. ശരിയാണ്. കാര്യത്തിൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സഹായിക്കും. ഈ സ്വകാര്യ ബസ്സുടെ പേര് സഹായിക്കാൻ പോകുന്ന ആരും സഹായിക്കില്ല. ഒരു വലിയ മേഖലയാണ്, വലിയൊരു വ്യവസായ മേഖലയില്ല. സ്വകാര്യ ബസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യവസായ മേഖലയാണ്. അവിടുത്തെ ആളുകൾ പണിയില്ലാതെ പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയോ? വളരെ രസകരമായിട്ട് നമുക്ക് തോന്നി. ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു കൂട്ടരാന്ന് വേണേൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരെ ആക്കുക എന്നുള്ളതല്ല മറ്റൊന്നും നടക്കുകയില്ല. എന്തായാലും UDFിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം, തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ പിറ്റേന്ന് തൊട്ട്, സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട്, അതായത് മെയ് 5-ാം തീയതി തൊട്ട് ഇടത് സൈബർ ഹാൻഡിൽ തുടങ്ങി. മെയ് 15 മുതൽ സ്വകാര്യ KSRTC ബസ്സിൽ ഫ്രീ ആണ്. ഒരു സർക്കാർ അധികാരത്തിൽ വരാതെ എങ്ങനെ നയപരമായ ഒരു തീരുമാനം എടുക്കുക? സാമാന്യ ബുദ്ധി എന്നൊരു കാര്യമുണ്ട്. ഈ സൂപ്പർ ഡീലക്സ് ബസ്സിൽ തിരുവനന്തപുരത്ത് ബാംഗ്ലൂർ പോണ ബസ്സുണ്ട്, ഓൾവേയുടെ KSRTCയിൽ. അതിൽ ഫ്രീ കൊടുക്കാൻ പറ്റുമോ? അതാണ് മന്ത്രിസഭ യോഗ തീരുമാനം വരുന്നു, ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാകുന്നില്ല. ഇതൊന്നും ഉണ്ടാകാതെ നിങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ആൾറെഡി നാണം കെട്ട് കിടക്കുകയാണ്. നാണം കെട്ട് കിടക്കുമ്പോൾ എണീറ്റ് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രതിപക്ഷം നിർജീവമാണെന്ന് പറയുമല്ലോ. അല്ല, ഇപ്പോഴത്തെ കണ്ടില്ലേ, നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ്. നിങ്ങൾ എല്ലാ ബസ്സിലും കൊണ്ടുപോകുന്നില്ല. KSRTC ബസ്സുകളിൽ വനിതകൾക്ക്, സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാക്കും എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ ഇതില്ല. തമിഴ്നാട്ടിൽ, കർണാടകത്തിലൊന്നും അവിടെ കൂടിയ ഇനത്തിൽപ്പെട്ട ബസ്സുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട ബസ്സിലേ ഉള്ളൂ. അതിനായിട്ട് പിങ്ക് ബസ്സോ അങ്ങനെ കണ്ട് ബസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം വരണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്?
മൊത്തത്തിൽ പൊളിഞ്ഞ് പോലീസായി നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള എന്താ പറയുന്നത് കൂടുതൽ പരിഹാസ്യരാകുന്ന തരത്തിലുള്ള ജനാധിപത്യ മേഖല അസോസിയേഷനെ പോലെയുള്ള CPM പോഷക സംഘടനകളൊന്നും തന്നെ അവരൊന്നും മിണ്ടിയിട്ടില്ല. അവരത് കണ്ടായിട്ട് ഭാവിക്കുന്നില്ല. ഇതിനിടയ്ക്ക് വേറെ കുറെ ആശാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പുരുഷ മെൻസ് അസോസിയേഷൻ തടയുന്നൊക്കെ പറഞ്ഞു, തടഞ്ഞില്ലെന്നാണ്. മെൻസ് അസോസിയേഷൻ പറഞ്ഞത് ജെൻഡർ ഈക്വാളിറ്റി ആവശ്യപ്പെടുമ്പോൾ തന്നെ, ലിംഗസമത്വം ആവശ്യപ്പെടുമ്പോൾ തന്നെ എന്തുകൊണ്ട് വനിതകൾക്ക് മാത്രം ഫ്രീ യാത്ര കൊടുക്കും, പുരുഷന്മാർക്ക് കൊടുത്തുകൂടെ എന്നാണ് ചോദ്യം. ഇത് എത്രത്തോളം അതിനകത്തൊന്നും ആ ഒരു ആവശ്യത്തിനകത്തൊന്നും ഒരു ന്യായവും കഴമ്പുമില്ല. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ അവരിപ്പോൾ പുതുമുഖങ്ങളാണ്, നമ്മളീ പറയുന്ന പോലെ കയറിയ പിന്നാലെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു വിജയമാണെന്ന് കണ്ടാൽ നാളെ ആണെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്ററിലേക്കൊക്കെ ആണെങ്കിൽ മാറ്റാനുവാണെങ്കിൽ ദൂരപരിധി വയ്ക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട്. അതെ. അപ്പം എന്താണെങ്കിലും ശരി, ഏതാനും ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ പോലും മാത്രമാണെങ്കിൽ പോലും വളരെ നല്ലൊരു തീരുമാനമാണ്. അത് നടപ്പാക്കിയ ഈ സർക്കാരിനെ അഭിനന്ദിക്കാം.